CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പൂരാവേശത്തിൽ അലിഞ്ഞ് തൃശൂർ. കണിമംഗലം ശാസ്താവ് എഴുന്നള്ളിയതോടെയാണ് പൂരത്തിന് തുടക്കമിട്ടത്. 8 ഘടകക്ഷേത്രങ്ങളിലെ പൂരങ്ങളും ഉച്ചയോടെ വടക്കുന്നാഥ സന്നിധിയിൽ സംഗമിച്ചു. വഴിയാത്രക്കാരിയായ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ 2 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കാണിപ്പയ്യൂർ സ്വദേശി കറുപ്പത്താട്ടിൽ വീട്ടിൽ രാധാകൃഷ്ണൻ, ചൂണ്ടൽ പെലക്കാട്ട് പയ്യൂർ കൂട്ടൻകുളങ്ങര വീട്ടിൽ ഷാജൻ എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പൊന്നിയൂർക്കുളം വന്നേരി കാട്ടുമാടമനയിലെ സ്വർണവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹവും കവർന്ന കേസിലെ പ്രതി അറസ്റ്റിൽ. ചാവക്കാട് മല്ലാട് പുതുവീട്ടിൽ മനാഫിനെയാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് പെരുമടപ്പ് CI ടി സതീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ആലത്തൂർ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വരവൂർ പഞ്ചായത്തിലെ 2ാം ഘട്ട പ്രചരണം തിച്ചൂർ കോഴിക്കുന്ന് കോളനിയിൽ നിന്ന് ആരംഭിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത BJP തങ്ങൾ വർഗീയ കക്ഷി മാത്രമല്ല ഏകാധിപതികൾ കൂടിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണെന്ന് CMP ജനറൽ സെക്രട്ടറി CP ജോൺ. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KPCC പ്രചാരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കലാജാഥയ്ക്ക് UDF കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. ആലത്തൂർ ലോക്സഭാ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വിജയത്തിനായി INTUC എരുമപ്പെട്ടി യൂണിറ്റ് പ്രവർത്തന കൺവെൻഷൻ നടത്തി. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം INTUC തൊഴിലാളികൾ കുന്നംകുളം നഗരത്തിലെ വിവിധ വ്യാപാര കേന്ദ്രങ്ങളിൽ വോട്ടഭ്യർത്ഥന നടത്തി. കാട്ടകമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് കാളിദാരിക വേഷത്തിലെത്തുന്നത് കല്ലാറ്റ് മണികണ്ഠനും സഹോദരൻ കല്ലാറ്റ് ജയശങ്കറും. കുന്നംകുളത്ത് ഭക്ഷണശാലയിൽ അൽഫാം ആസ്വദിച്ച് കഴിക്കുന്ന എലി. സംഭവം ഫോട്ടോയെടുത്ത് ഉപഭോക്താവ്. പിന്നാലെ എത്തിയ നഗരസഭാ ആരോഗ്യ വിഭാഗം സ്ഥാപനം അടച്ചുപൂട്ടിച്ചു. പൊന്നിയൂർക്കുളം കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അവധിക്കാല ക്യാമ്പിന് തുടക്കമായി. വെള്ളാറ്റഞ്ഞൂർ പാടത്തിൽ അഗ്നിബാധ. ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് തീയണച്ചത്. തൃശൂർ അതിരൂപതയിലെ തയ്യൂർ ഇടവകാംഗമായ കാതറിൻ അറങ്ങാശ്ശേരി സീറോ മലബാർ സഭയിലെ സന്യാസിനിയായി വ്രതസമർപ്പണം നടത്തി. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന ചാവക്കാട് സ്വദേശിക്കായി പൊന്നിയൂർക്കുളം നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിലെ പ്രവർത്തകർ സ്വരൂപിച്ച ചികിത്സാ സഹായം കൈമാറി. സിവിൽ സർവീസിൽ 75ാമത് റാങ്ക് തിളക്കവുമായി പെരുമ്പിലാവ് അൻസാർ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും എടപ്പാൾ കോലളമ്പ് സ്വദേശിനിയുമായ ഡോക്ടർ M തസ്ലിം ഖാദർ. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.